ഗുരുവായൂര് ഈദ് മുബാറക്ക് എന്ന് എഴുതിയ മിഠായി പൊതി വിതരണം ചെയ്തതിന്റെ പേരിൽ കാശ്മീർ സ്വദേശി അറസ്റ്റിൽ. എന്താണ് കൂട്ടരെ ഈ കേൾക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയാണോ? ഗുരുവായൂർ എന്ന പ്രദേശം, അവിടെ മുസ്ലിമീങ്ങളില്ലേ? മുസ്ലിം പള്ളിയില്ലേ? ക്ഷേത്രമുണ്ട്, ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, എല്ലാ മതക്കാരും അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോ അവിടെ ഒരു ക്ഷേത്രം ഉള്ളത് കൊണ്ട് ഗുരുവായൂർ എന്ന പ്രദേശത്ത് ഈദ് മുബാറക്ക് എന്ന് എഴുതിയ മിഠായി പൊതി വിതരണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിലെന്ത് പ്രസക്തിയാണ് ഉള്ളത്? ക്ഷേത്രത്തിൽ കയറി വിതരണം ചെയ്യാൻ പാടില്ല, അതൊക്കെയാണ്, അത് ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തലാണ്. പക്ഷെ ഗുരുവായൂർ എന്ന പ്രദേശം എല്ലാവരും താമസിക്കുന്ന ഏരിയ ആയതുകൊണ്ട് അവിടെ ആർക്കും ഏത് രീതിയിലും നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന കച്ചവടങ്ങളും വിതരണങ്ങളും നടത്തുന്നതിൽ എന്ത് പ്രശ്നമാണുള്ളത്? അവിടെ എന്ത് വിഷയമാണുള്ളത്? നമ്മുടെ കേരളത്തിലെ വിഷുവിന്റെ സമയത്ത് മന്തി കണി വെച്ചിരുന്നു. അത് തീർച്ചയായിട്ടും ശ്രീകൃഷ്ണന്റെ ഫോട്ടോ കൊടുത്ത് മന്തി കണി വെച്ച ഫോട്ടോ വന്നത് തീർച്ചയായിട്ടും ഒരു മതത്തെ വ്രണപ്പെടുത്തലാണ്. അത് ശരിയല്ല, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ പന്നി മാംസത്തിന്റെ ഫോട്ടോ കൊടുത്ത് റംസാൻ മുബാറക്ക് ആശംസ നേർന്നുകൊണ്ടുള്ള ഫോട്ടോ വന്നിരുന്നു. അതിന്റെ തൊട്ടു പിന്നാലെ തീർച്ചയായിട്ടും തടയപ്പെടേണ്ടതാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, തർക്കമില്ല. പക്ഷേ ഗുരുവായൂരിൽ ഇങ്ങനെ ഒരു വിതരണം നടന്നതുകൊണ്ട്, ഗുരുവായൂർ എന്ന പ്രദേശമാണ് നമ്മുടെ വാർത്തയിലുള്ളത്, അതിലെന്ത് തെറ്റാവുള്ളത്? ക്ഷേത്രത്തിൽ കയറിയാൽ ശരിയാണ്, പാടില്ല. ഗുരുവായൂർ എന്ന പ്രദേശത്ത് ഇങ്ങനെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാലേ അതിലെന്ത് പ്രസക്തിയാണ് നമുക്ക് മനസ്സിലാവുന്നില്ല.